എനിക്ക് എന്തായാലും മമ്മൂക്കേനെ ഇതുവരെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മമ്മൂക്കേനെ പോലെ ഒരാൾ എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റി. നമ്മളിപ്പോ ഒരാൾ പറഞ്ഞു തന്നാലും നമ്മളുടെ ഒരു ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടല്ലോ. അപ്പൊ എത്രത്തോളം ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂ? അദ്ദേഹത്തിന്റെ നടപ്പും ആ ഇരിപ്പും ഒക്കെ ഞങ്ങൾ ഇന്റർവ്യൂവിൽ നോക്കിയിട്ട് ഞാനത് ഒരുപാട് നാളെ ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ആ സംഭവം ചെയ്യുന്നത്. മേഘത്തില് അത് ഒരുപാട് കമന്റ് ഉണ്ട് കേട്ടോ. അതിന്റെ 2-3 മില്യൺ അങ്ങോട്ട് വ്യൂസും കയറിയിട്ടുണ്ടായിരുന്നു. അന്നേരം നല്ല തടി ഉണ്ടായിരുന്നു, നല്ല ഫാറ്റായിട്ടായിരുന്നു നമ്മളിരുന്നത്. അപ്പം അതിനകത്ത് നിന്ന് ഒരു 10-89 കിലോ നമുക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് 78 കിലോ ആയിട്ട് നമ്മൾ കുറച്ച് ഒരു മാസത്തെ കൊണ്ട് കുറച്ച് നമ്മൾ ബോഡി ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ചെറുതിലേ തൊട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി സാർ എന്ന് പറയുന്നത്. ചെറുതിലേ കാണുന്ന അന്ന് തൊട്ടേ ഭയങ്കരമായിട്ടുള്ള ആരാധനയാണ്. ഭയങ്കര ആരാധന വെച്ചാൽ ഒരു മനുഷ്യനെ എത്രത്തോളം കൂടുതൽ ആരാധിക്കാവോ അത്രത്തോളം ആരാധനയാണ് മമ്മൂട്ടി സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. ഇനി ഒരു അവാർഡും, കാരണം ലോകം കണ്ട ഏറ്റവും വലിയൊരു നടന്റെ ഒരു അവാർഡിനായിട്ട് നമ്മൾ ഇത്രയും ഹൈപ്പിൽ ആർക്കും കിട്ടാത്തത്ര ഒരു ഹൈപ്പിലേക്ക് നമ്മൾ എത്തി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. 2025 ആദ്യ സൂപ്പർ ഹിറ്റ് ഫിലിം ആയിരുന്നു രേഖാചിത്രം. നമ്മളെല്ലാവരും അത് തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്തു. ഇപ്പോൾ OTTയിൽ ഇറങ്ങിയപ്പോൾ അതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബ്രില്യൻസ് ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രേഖാചിത്രം മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു മമ്മൂക്ക ഉണ്ടോ ഇല്ലയോ, മമ്മൂക്കയുടെ AI വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ടു. അപ്പോൾ ആ AI ആരിലാണ് പരീക്ഷിച്ചതെന്നാണ് നമ്മൾ പിന്നീട് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ആ വ്യക്തി ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വെൽക്കം ചെയ്യാം ട്വിങ്കിൾ സൂര്യ. ഹായ്. എനിക്ക് എന്തായാലും മമ്മൂക്കേനെ ഇതുവരെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ മമ്മൂക്കേനെ പോലെ ഒരാൾ എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റി. ഞാൻ ആദ്യം പേരിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര ഡിഫറെന്റ് നെയിം ആണല്ലോ, ട്വിങ്കിൾ സൂര്യ. ഞാൻ വിചാരിച്ചു ഇനി ഇൻസ്റ്റക്ക് വേണ്ടി ഞാൻ ഇട്ടതാണോ? ആണല്ലേ, ഓക്കെ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ രേഖാചിത്രം ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ OTTയിൽ ഇറങ്ങിയിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും ഇത്രയും നാള് നിൽക്കുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. കാരണം പല സിനിമകൾ വരും, ഹിറ്റാവും, പോവും, അങ്ങനെയാണ്. പക്ഷെ രേഖാചിത്രം ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും അതിന്റെ ഇപ്പോൾ ഓരോ ബ്രില്യൻ സീൻസ് ഒക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും വലിയൊരു സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ചെയ്ത ഒരാളാണ് ഇവിടെ ഇത്ര കൂളായിട്ടിരിക്കുന്നത്. AI എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് ഫ്ലോപ്പ് ആവോ അല്ലെങ്കിൽ എങ്ങനെ വരും എന്നൊരു സാധനമായിരുന്നു. നമ്മളത് സ്ക്രീനിൽ കണ്ടപ്പോൾ ഫേസ് ഓക്കെ AI ആണ്, പക്ഷെ ആ ബോഡി ലാംഗ്വേജ്, മാനറിസം, മറ്റേ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷർട്ടൊക്കെ ഇങ്ങനെ വലിച്ചിടുന്ന ആ ഓരോ മൈന്യൂട്ട് സാധനങ്ങൾ പോലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്ര വലിച്ചു നീട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത്ര അടിപൊളിയായിട്ട് ചെയ്തു. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പാളിപ്പോയേക്കാവുന്ന ഒരു സംഭവമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തു. സോ അതിനൊരു കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെൽക്കം ടു ദ ഷോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു രേഖാചിത്രം ഇറങ്ങി ഇപ്പോൾ ഇങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്ത്? വലിയ സന്തോഷമായിരുന്നു. വലിയ സന്തോഷമായിരുന്നു. ഒരുപാട് ആളുകൾ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. അതുപോലെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലായിടത്തും നല്ല സന്തോഷമാണ് ഇപ്പോൾ പൊതുവെ. ഈ ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? നല്ല ടെൻഷനായിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല ടെൻഷനും പേടിയുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മൾ അതിനെ സമീപിച്ചതും. കാരണം എത്രയും വലിയൊരു മഹാനടനെ നമ്മൾ AI ആണെങ്കിലും നമ്മുടെ ബോഡി ഇത് ചെയ്തിട്ടാണെങ്കിലും നമുക്കത് ഭയങ്കര ടെൻഷനിലൂടെയാണ് അതിനെ സമീപിച്ചത് ശരിക്കും പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഡയറക്ടറായാലും ബാക്കി അതിൻ്റെ പിന്നണി പ്രവർത്തിക്കുന്ന എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ സാധിച്ചത്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ചെയ്തേക്കുന്ന ഒരു പരിചയമുള്ളൂ. നമുക്ക് വലിയൊരു സ്ക്രീനിൽ നമ്മൾ ചെയ്തിട്ട് നമുക്കൊരു പരിചയമില്ല. അത് പ്രത്യേകിച്ച് നമ്മളെ അല്ലാണ്ട് എങ്ങനെ ഡൂപ്പായിട്ട് ചെയ്തിട്ടൊരു പരിചയമില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഒരു പേടിയോട് കൂടിയാണ് നമ്മൾ ഇതിനെ സമീപിച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പം റീസെന്റ് ഒരു പോസ്റ്റ് ഇട്ടതിൽ എഴുതിയിട്ടുണ്ട്, ഇപ്പം രേഖാചിത്രത്തിൽ ആ ഒരു ഡയലോഗ് ഉണ്ട്, സിനിമ ഓരോരുത്തർക്കും
എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു ട്വിങ്കിൾ സൂര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് വളരെ വലിയൊരു സ്റ്റാർട്ടിങ്ങും വളരെ വലിയ ഒരു കാര്യമാണ് സിനിമ ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കട്ടെ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. ഇപ്പൊ ഓരോ സീൻസ് എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം, നമുക്ക് അതിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പിക്ചർ 369 ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സാധനം മമ്മൂക്കയുടെയും 369 ആണ്. അപ്പൊ ഫസ്റ്റ് ഫിലിമിൽ തന്നെ മമ്മൂക്കയായിട്ട് ജീവിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് നമ്മളത് ചെയ്യുമ്പോൾ സുമേഷ്, അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ സുമേഷ് നമ്മൾ ആദ്യം വിളിക്കുന്നത്, കാരണം അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിനകത്ത് വലിയ വിശ്വാസമൊന്നുമില്ല, നമ്മളത് ചെയ്ത് ഭരിപ്പിക്കും അല്ലെങ്കിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നൊരു വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു എന്തായാലും വന്ന് നോക്കും, എന്നിട്ട് നമുക്ക് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചെല്ലുക ചെയ്തത്. ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ടാണ് വിളിച്ചത്. എന്തായാലും ചെന്ന് നോക്കി, ഡയറക്ടർ ജോഫിൻ സാർ കണ്ടിട്ട് അന്നേരം നല്ല തടിയുണ്ടായിരുന്നു, നല്ല ഫാറ്റായിട്ടായിരുന്നു നമ്മളിരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു 89 കിലോ നമുക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് 78 കിലോ ആയിട്ട് നമ്മൾ കുറച്ച്, ഒരു മാസത്തെ കൊണ്ട് കുറച്ച് നമ്മൾ ബോഡി ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഇതിനെ സമീപിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിയിൽ കയറി ചെന്ന് നമ്മൾ അദ്ദേഹത്തെ പോലെ അനുകരിക്കുകയല്ല ചെയ്തത്. നമ്മൾ കുറേ നാളത്തെ ഇപ്പോൾ ബോഡിയുടെ നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലികളും കാര്യങ്ങളും എല്ലാം നമ്മൾ കുറേ വീഡിയോസുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പഴയ കാലത്തെ കുറേ ഇൻ്റർവ്യൂ വീഡിയോസുകൾ, അങ്ങനെയുള്ള കുറേ വീഡിയോസുകൾ, സിനിമകളൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ നടപ്പും അദ്ദേഹത്തിൻ്റെ ആക്ഷനും ചേഷ്ടകളെല്ലാം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി. അപ്പോൾ അതിന് ട്രെയിൻ ചെയ്യാനായിട്ട് അരുൺ പാവമ്പ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്, അദ്ദേഹം നമ്മളെ സഹായിച്ചു. അദ്ദേഹമാണ് അതിന് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ നടപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഗൈഡ് തന്നിട്ട് ഒരു ഗൈഡൻസ് നമ്മളെ കൂടെ നിന്നുകൊണ്ടിരുന്നത്. അത് തുടക്കം തൊട്ട് അവസാനം വരെ. അത് കുറേ നാളുകൾ ഞങ്ങൾ ഇവിടെ സ്റ്റേഡിയത്തിനോടുള്ള എൻ്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ കുറേ ട്രെയിൻ ചെയ്തിട്ടാണ് അതിന് ശേഷമാണ് നമ്മളിത് ക്യാമറയുടെ മുമ്പിലേക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത്രയും നമ്മളിത് ട്രെയിൻ ചെയ്ത് അത്രയും കുറേ അതിന് പുറകിൽ കുറേ കഠിനാധ്വാനം ഉണ്ട് നമ്മൾ ചെയ്യുന്നതിന്. അതിന് ശേഷമാണ് അദ്ദേഹത്തെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ അവതരിപ്പിച്ചത്. എത്ര നാളത്തെ പ്രിപ്പറേഷൻ ആയിരുന്നു? ഒരു എങ്ങനെ പോലും 10-35 ദിവസത്തെ പ്രിപ്പറേഷൻ. നമ്മൾ ബോഡി ആദ്യം ചുരുക്കി, കാരണം വെച്ചാൽ ബോഡി ആദ്യം വെയിറ്റ് കുറച്ചു, പിന്നെ അതുപോലെ അഭിനയം പഠിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹം ചെയ്യുന്ന പോലെ അഭിനയം. ഇപ്പം നമ്മളിപ്പം വീട്ടിൽ ചെന്നാലും നമ്മൾ നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, അത് ആ ഒരു സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ അദ്ദേഹം പോലെ ആയിരിക്കും. അത് അത്രയും നമ്മളത് നന്നാക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു മനസ്സിൽ. അതങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ നന്നാക്കണം എന്ന് ഭയങ്കര ആഗ്രഹം, അതുപോലെ ആകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ആ ഒരു റിസൾട്ട് എന്തായാലും സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആ കഷ്ടപ്പാടിന്റെ. അതെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മമ്മൂക്കയായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നോർമലി മമ്മൂക്കേനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പല ക്യാരക്ടേഴ്സും ചിലപ്പോൾ ചെയ്യുമായിരിക്കും, കോമഡി ആയിട്ടൊക്കെ വരും. പക്ഷെ ഇത് ഇത്രയും സീരിയസ് ആയിട്ട് റിയലി മമ്മൂട്ടി എന്ന് പറയുന്ന നടനെയാണ് നമ്മൾ അതിൽ കാണിക്കുന്നത്. അപ്പം ഇനി മമ്മൂക്കയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ശരിയാവും. അതിന് നമ്മൾ ചെയ്യുമ്പോഴല്ലായിരുന്നു കൂടുതലായിട്ടും ടെൻഷൻ വന്നത്. നമ്മൾ തിയേറ്ററിൽ ഇരുന്നത് കാണുമ്പോൾ, ഫസ്റ്റ് ടൈം കാണുമ്പോൾ ദൈവം ഇത് എങ്ങനെയായിരിക്കും. എല്ലാവരും പറയുന്നുണ്ട് കുഴപ്പമില്ല, ഇപ്പോൾ ആസിഫ് അലി സാറാണെങ്കിലും പറയുന്നുണ്ട് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആ സീൻ വരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്തായിരിക്കും അത് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ എന്തായിരിക്കും അത് കാണിക്കുന്നത് എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അത് കൊള്ളായിരുന്ന എല്ലാവരും പറഞ്ഞപ്പോൾ അത്യധികം സന്തോഷം ഉണ്ടായി. നമ്മളത് ആ ഒരു കഠിനാധ്വാനത്തിന്റെ ഒരു റിസൾട്ട് അവിടെ കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വന്ന സീൻ പറഞ്ഞതുപോലെ തന്നെയാണ് TG രവി സാറിന്റെ മകനായിട്ട് ഒരു ഇന്റർവ്യൂ പോർഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വന്നിരിക്കുന്ന സീൻസും എഴുന്നേറ്റ് പോകുന്നതും അതൊക്കെ എത്ര നമ്മളിപ്പോ ഒരാൾ പറഞ്ഞു തന്നാലും നമ്മളുടെ ഒരു ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടല്ലോ. അപ്പൊ എത്രത്തോളം ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂക്ക എന്ന് പറയുന്ന ആളെ? അദ്ദേഹത്തിന്റെ നടപ്പും ആ ഇരിപ്പും ഒക്കെ ഞങ്ങൾ ഇന്റർവ്യൂവിൽ നോക്കിയിട്ട് ഞാനത് ഒരുപാട് നാളെ ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ആ സംഭവം ചെയ്യുന്നത്. അത് ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കാം, നടന്നു വന്നിരിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. കാരണം ചെറുതിലേ തൊട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി സാർ എന്ന് പറയുന്നത്. ചെറുതിലേ കാണുന്ന അന്ന് തൊട്ടേ ഭയങ്കരമായിട്ടുള്ള ആരാധനയാണ്. ഭയങ്കര ആരാധന വെച്ചാൽ ഒരു മനുഷ്യനെ എത്രത്തോളം കൂടുതൽ ആരാധിക്കാവോ അത്രത്തോളം ആരാധനയാണ് മമ്മൂട്ടി സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. കാരണം ഓരോ പടങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരിതിലാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പടം കാണാൻ വേണ്ടിയിട്ട് ഞാൻ കിലോമീറ്ററോളം നടന്നു പോയിട്ടുണ്ട് കാണാൻ പറ്റും. അന്നൊക്കെ അന്ന് വലിയ കാര്യം വണ്ടി എന്തിനാ ഏതാ പറയുന്നത്
വാത്സല്യ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നടന്നു. കാരണം വെച്ചാൽ അമ്മ വീട്ടിൽ നിന്ന് ഉടുമ്പന്നൂരിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട്. അപ്പൊ അമ്മ വീട്ടിൽ നിന്ന് 2 സൈഡിലേക്കുള്ള വണ്ടിക്കൂലി തരും. അപ്പൊ 1 സൈഡിൽ ഞാൻ അമ്മ വീട്ടിൽ പോകും, തിരിച്ചു വരുമ്പോൾ സിനിമ എടുത്ത് അവിടെ നിന്ന് നടക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് സിനിമ എന്നോട്ട്, പ്രത്യേകിച്ച് മമ്മൂട്ടി സാറിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലിങ്ങനെ കയറി കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ചലനങ്ങൾ പോലും എനിക്ക് മാത്രമായിരിക്കില്ല കേട്ടോ, എല്ലാവർക്കും അതെ. അദ്ദേഹത്തിന്റെ ചെറിയൊരു എക്സ്പ്രഷൻസ് പോലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മളത് ആ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അത് അതുപോലെ തന്നെ പകർത്താൻ ശ്രമിച്ചു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പോ ഈ മമ്മൂക്കിനെ നമ്മളിപ്പോ സിനിമ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു രേഖാചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിനെയായിരുന്നല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നോട്ടീസ് ചെയ്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? കാരണം നമ്മളിപ്പോ ഇഷ്ടപ്പെടും, നമ്മൾക്ക് അനുകരിക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്, കുറെ നമ്മൾ നോട്ടീസ് ചെയ്യും. പക്ഷെ ഇത് സിനിമയ്ക്ക് വേണ്ടി ഒരാൾ പഠിക്കുകയാണ്. അപ്പൊ നോർമലി നമ്മൾ നോട്ടീസ് ചെയ്യുന്നതിനേക്കാൾ പല കാര്യങ്ങളും ചേട്ടൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് കൂടുതലും നമ്മൾ ഇന്റർവ്യൂസിൽ കണ്ടിട്ടാണ്. സിനിമയെക്കാളും കൂടുതൽ നമ്മൾ റിയൽ ലൈഫിലുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് നമ്മൾ കൂടുതൽ കണ്ടത്. കാരണം അദ്ദേഹം നടക്കുന്നത്, ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ, പിന്നെ അതുപോലെ കൈയെടുത്ത് സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നോട്ടീസ് ചെയ്ത് വെച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ അദ്ദേഹം നടക്കുവാണെങ്കിൽ തന്നെ അദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെ ഷർട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കാറുണ്ട്, അതുപോലെ സൈഡിൽ നിന്ന് വലിച്ചിടാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ മാനറിസങ്ങളുണ്ട്. അപ്പൊ അത് അതുപോലെ തന്നെ ഒന്ന് അനുകരിച്ചു, ഇത്രേ ഉള്ളൂ. ഏതായിരുന്നു ഫസ്റ്റ് ഷൂട്ട് ചെയ്ത സീൻ? ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് ഈ ക്രൗഡ് ഇത്രയോ ആൾക്കാരെ വെച്ചിട്ടുള്ളൊരു ഷൂട്ടിംഗ് ആയിരുന്നു ആദ്യം ചെയ്തത്. നമ്മളെ വെച്ചിട്ട് ആദ്യം ചെയ്യുന്ന ഷൂട്ട് അതാണ്. കാരണം ഇറങ്ങി വരുന്ന സീൻ, അതായത് വണ്ടിയിൽ പോയി ഇറങ്ങി വരുന്ന സീനാണ് ആദ്യം ചെയ്യുന്ന സീൻ. കാരണം ഇത് കഴിഞ്ഞിട്ട് നന്നായില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളത് ഡയറക്ടർക്ക് തീരുമാനിക്കാൻ നിൽക്കണോ, ഈ പടം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനെന്ന് തോന്നും. അതുകൊണ്ട് ആദ്യത്തെ സീൻ അത് വെച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതിൽ നിന്ന് നമ്മൾ ആദ്യം പകച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും ആളുകളുണ്ട്, വഴി നീളെ ആളുകളാണ്, കാറിൽ വരുന്നു, ഇറങ്ങുന്നു, കൈയടിക്കുന്നു, അവർ ഊടി വരുന്നു. ആ ഒരു സംഭവമൊക്കെ സീൻ ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പതറിപ്പോകാനുള്ള ചാൻസസ് എന്തായാലും അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സീൻ വെച്ചിട്ട് ഡയറക്ടർ ആലോചിച്ചത് ഇത് ഇനി മുന്നോട്ട് പോകണോ എന്തോ ഒന്ന് ചിന്തിച്ച് കാണുക. അപ്പൊ എന്തായാലും അത് സക്സസ് ആയി. പിന്നെ ബാക്കിയുള്ള സീൻസുകളെല്ലാം എടുത്ത് വലിയ കുഴപ്പമുണ്ടായില്ല. അതിൽ ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റീടേക്ക് പോയത് ഏതെങ്കിലും സീൻ ഉണ്ടോ? അധികം അതിങ്ങനെ പോയിട്ടില്ല, എല്ലാം കറക്റ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളത് കുറേ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് വന്നേക്കുന്നത്. പ്രിപ്പയർ കുറേ ചെയ്തിട്ടാണ് നമ്മൾ ക്യാമറയുടെ മുമ്പിലേക്ക് വന്നത്. അതുകൊണ്ട് അധികം പോകേണ്ട വന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും എത്തിപ്പിടിക്കാൻ പറ്റൂല്ലോ. കാരണം അദ്ദേഹത്തെ പോലെ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ, ഒരിക്കലും നമുക്ക് സാധിക്കില്ലാത്ത കാര്യമാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ കുറച്ചെങ്കിലും എത്താൻ, കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് മമ്മൂട്ടി സാർ. എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഡയലോഗത്തെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചെങ്കിലും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടുതലാകാനും പറ്റില്ല, കുറഞ്ഞു പോകാനും പറ്റില്ല. അപ്പൊ ആ ഒരു ലെവലിൽ ആ ഒരു പാറ്റേൺ പിടിച്ച് കുറച്ചെങ്കിലും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് സമയം അതിന് മാത്രം വേണ്ടി വന്നു. ടീച്ചർ നടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ രേഖാചിത്രം എന്ന് പറയുന്ന മൂവിയുടെ മെയിൻ ഹൈലൈറ്റ് ശരിക്കും നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ, ഇപ്പം ഞാൻ ആ ടീമിനെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ആദ്യം ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂവിൽ ചോദിച്ചത് മമ്മൂക്ക് ഉണ്ടോ ഇതിൽ, മമ്മൂക്ക് ആക്ട് ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു. ഇറങ്ങിയതിന് ശേഷം ഇപ്പം AI-ൽ മമ്മൂക്കിനെ കണ്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചതും AI ഫേസ് ഓക്കെ, പക്ഷെ ഇത് ആരാ ചെയ്തത്, ഇപ്പോഴാണല്ലോ ഇത് റിവീൽ ചെയ്യുന്നത് ഇദ്ദേഹമാണെന്നുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, ഈ സിനിമയുടെ മെയിൻ നെടും തൂണായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ടെൻഷൻ ഉണ്ടായോ? അയ്യോ ഇത് എന്റെ തലയിലാണല്ലോ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയോ? പക്ഷെ അതിനുള്ള ടെൻഷൻ ഒന്നും തന്നില്ല കേട്ടോ. മമ്മൂക്കന് നമ്മള് തുടക്കത്തിൽ തന്നെ ടെൻഷനായിട്ടാണ് ചെല്ലുന്നത്. കാരണം ഞാൻ ചെയ്താൽ ശരിയാവോ എന്നുള്ള ടെൻഷനായിട്ടാണ് ചെല്ലുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ദൗത്യമാണ് നമ്മളിലേക്ക് ഏൽപ്പിക്കുന്നത് എന്നുള്ള ഒരു ടെൻഷൻ ഒന്നും തന്നില്ല. പിന്നെ തന്നെയല്ല, സെറ്റിലാണെങ്കിൽ പോലും നമ്മളെന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തെറ്റിച്ചാൽ പോലും ജോഫിൻ സാർ അവിടെ നിന്ന് വിളിച്ചാലും ടിങ്കിള് എന്ന് പറഞ്ഞ് വിളിച്ചാലും ബാക്കിയുള്ള ആളുകൾ കുഴപ്പമില്ല, പ്രശ്നമില്ല, അത് അങ്ങനെ ചെയ്താൽ മതി എന്ന് വിളിക്കും. കാരണം ചെറുതായിട്ട് തന്നെ തെറ്റിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഈ പുള്ളി ആ ഒരു ലൗഡ് ഒച്ചയ്ക്കിനെ വിളിക്കുന്നതായിരിക്കാം. പക്ഷെ എല്ലാവർക്കും അറിയാം ഞാൻ എന്നെ തന്നെ അല്ല ചെയ്യുന്നത്, ഞാനൊരു മെഗാസ്റ്റാറിനെയാണ് ചെയ്യുന്നത്. അതിനകത്ത് നിന്നുള്ള കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോയി. അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് ഓടി വരും. ഓടി വന്നിട്ട്
സാവധാനം ചെയ്താൽ മതി, റിലാക്സ് ടൈം എടുത്താൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് നമുക്ക് ഇതെന്നു വെച്ചാൽ നമ്മൾ ഒരു സെറ്റിൽ എങ്ങനെയാ പ്രവർത്തിക്കേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഓൾറെഡി ടെൻഷനിലാണ്. അപ്പൊ ഇങ്ങനെയാണ് വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പതറിപ്പോവും. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മൾ ഒരു വീട് പോലെ അല്ലെങ്കിൽ കുടുംബം പോലെ നമ്മൾ അങ്ങനെ ചെയ്തു പോയി. അതാണ് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത്. നമ്മളിപ്പോ OTT-യിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പല ബ്രില്യൻ സീൻസും ഇവർ പറയുന്നു. ഇപ്പം ഈ സീൻ ഇന്നതായിരുന്നു. അതേപോലെ തന്നെ രേഖയുടെ കന്യാസ്ത്രീ ആ ഡ്രസ്സ് കീറുന്നത് മേരിക്കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു കാറ്റാടി അതിൽ കൊണ്ടിട്ടാണ് ഇത് കീറുന്നതെന്ന് സത്യം ഫിലിം കണ്ടപ്പോ നമുക്കത് കത്തിയില്ല. അങ്ങനെയുള്ള ബ്രില്യൻ സീൻസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അന്നേരം നമുക്ക് കാര്യം കൂടുതൽ നമ്മൾ മൊത്തത്തിൽ ശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ നന്നാക്കാം, ഇനി അടുത്ത് എങ്ങനെ നന്നാക്കാം എന്നുള്ളൊരു ഇത് മകനത്തിൽ അടുത്ത എന്തായിരിക്കും സീൻ വരുന്നത്, ഇനി അടുത്ത എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളൊരു ടെൻഷനിലായിരുന്നു മൊത്തത്തിൽ ഞാൻ. ഇപ്പൊ എപ്പോഴും ഞാൻ പറയാം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെ ഇരിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, അദ്ദേഹത്തെ നടന്നുകൊണ്ടിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഈ നടപ്പെങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് റീടേക്ക് ആവും, പിന്നെ അടുത്ത് ഒച്ചപ്പാട് കേൾക്കേണ്ടി വരും. കാരണം ഭയങ്കര എഫേർട്ട്, അത് ഭയങ്കര വെയിലാണ്, ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പാട്ടും കൊണ്ടിട്ട് അവർക്കൊരു ഒരു ഒരു അസൗകര്യം വരണ്ടാന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഇതിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പൊ സിനിമ ഇറങ്ങിയതിനു ശേഷം മമ്മൂക്ക എന്താണ് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക? എങ്ങനെ മമ്മൂക്ക ഫിലിം ഇറങ്ങിയതിന് ശേഷം? ഇല്ല, ആരും വിളിച്ചൊന്നുമില്ല. ഇല്ല, ആരും കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മമ്മൂട്ടി സാറിനെ ഞാൻ എപ്പോഴും കാണുന്നതാണ്, സെറ്റിൽ വെച്ചിട്ട് എപ്പോഴും കാണുന്നത്. ഇപ്പൊ 2-3 പടമായല്ലോ, അപ്പൊ എപ്പോഴും കാണുന്നതാണ്. അദ്ദേഹത്തിന് എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തെ ഓൾറെഡി അറിയാലോ, അദ്ദേഹത്തിന് എന്നെ അറിയാം. അങ്ങനെ ഇപ്പോ ഇത് ഇറങ്ങിയതിനു ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ് എന്താണ്? എനിക്കറിയാം എല്ലാ നല്ല കോംപ്ലിമെന്റ്സ് ആയിരിക്കും കിട്ടിയത്, എന്നാലും മനസ്സിലിങ്ങനെ പതിഞ്ഞു പോയ എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ച് നമ്മളെ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ്സ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നേക്കാളും കൂടുതലാണ് അപ്പം നമുക്ക് കിട്ടിയേക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളെന്തിനും ചെറിയൊരു സീൻസിലൊക്കെ മോൻ കാണിച്ച് പോകും, അല്ലെങ്കിൽ ചെറിയൊരു സീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമായിട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഇത് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാനിപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലൊക്കെ പോകുന്നത്. കാരണം അതേ രീതിയിലാണ് എല്ലാവരും എന്നോട് സംസാരിക്കുന്നത്. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇനി ഒരു അവാർഡ്, കാരണം ലോകം കണ്ട ഏറ്റവും വലിയൊരു നടന്റെ ഒരു അവാർഡിനായിട്ട് നമ്മൾ ഇത്രയും ഹൈപ്പിൽ, ആർക്കും കിട്ടാത്തത്ര ഒരു ഹൈപ്പിലേക്ക് നമ്മൾ എത്തി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ടിക്ടോക്കിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ വീഡിയോസ് ഒക്കെ. അപ്പോ അതുപോലെ വീഡിയോസ് ഒക്കെ എവിടെയോ കണ്ടു മറന്ന മുഖമാണ്. അപ്പോ ശരിക്കും മമ്മൂക്കയുടെ പോലെ ഉണ്ട് എക്സ്പ്രഷൻസ് ആണെങ്കിലും. എനിക്ക് തോന്നുന്നു മേഘത്തിലത്തെ സംഭവങ്ങൾ ഇപ്പൊ ഇൻസ്റ്റയിൽ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എക്സാക്ട് ഡിറ്റോ ആണ്. അത് മിക്കവാറും ഇത് കണ്ടതുകൊണ്ട് തോന്നുന്നതായിരിക്കും. കാരണം ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ ടിക്ടോക്കിൽ ചെയ്യുമ്പോഴോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊന്നും ആരും തിരിച്ചറിയില്ല, ആരും നമ്മൾ ചോദിച്ചിട്ടുമില്ല. നിങ്ങൾ മറ്റേ ടിക്ടോക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മമ്മൂക്കാനെ ചെയ്യുന്ന ഒരാളല്ലേ എന്ന് ഇതുവരെ എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ലെന്നല്ല, 1-2 പേര് ചോദിച്ചിട്ടുണ്ടോ. പിന്നെ ഉള്ളത് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്, ഏത് വീഡിയോസ് ഒന്ന് കാണിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ആ വീഡിയോസ് എടുത്ത് കാണിച്ചു കൊടുക്കും. ഇത് നിങ്ങളാണോ ചെയ്തത് എന്ന് ചോദിക്കാറേ ഉള്ളൂ. കാരണം അത് നമുക്ക് സന്തോഷമാണ്. കാരണം മറ്റൊന്നുമില്ല, നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ അനുകരിക്കുന്ന സമയത്താണ് നമ്മൾ അങ്ങനെയുള്ളൂ. റിയൽ ലൈഫിൽ നമ്മൾ തന്നെയാണ്. പിന്നെ അഭിനയിക്കുന്ന സമയത്തും ഇപ്പം സാറിനെ അഭിനയിക്കുന്ന കൂടാതെ ഞാൻ വേറെ 2 പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പടം എന്തോ നിർഭാഗ്യവശാൽ ഇറങ്ങിയില്ല. അതായത് നമ്മുടെ ലുക്മാന്റെ കൂടെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറായിട്ടൊരു പോലീസ് വേഷത്തിന്റെ വില്ലൻ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇറങ്ങിയില്ല. അതിനു മുമ്പായിട്ട് തമിഴ് പടം ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ നാടക ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരു 10-14 വർഷമായിട്ട് പ്രൊഫഷണൽ നാടക രംഗത്ത് അങ്കമാലി അഞ്ജലി, ഇവിടെ ഫാസ്ക് നാടകവേദി, പൂഞ്ഞാർ വിശ്വകല തിയേറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് നാടകത്തിലൊക്കെ അന്ന് അഭിനയം ഭയങ്കര ഇഷ്ടമായിരുന്നു. അഭിനയം എനിക്ക് കോളേജ് ലൈഫിലൊക്കെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ സ്കൂൾ തലത്തിലായാലും ഞാൻ നാടകത്തിലൊക്കെ ഒരുമാതിരി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അഭിനയം അന്ന് തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ നമ്മള് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയായതുകൊണ്ട് നമുക്ക് നമുക്ക് അത്യാവശ്യം പരിചയക്കാരോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല എത്തിപ്പെടാനായിട്ട്. പിന്നെ അത്യാവശ്യം സീരിയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ നമ്മൾ ചെയ്തു. ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ഒരു എൻട്രി ആയി ഇതിനകത്തേക്ക്. ഇപ്പോ നമ്മള് ഇപ്പോ റീസെന്റ് ഇത് റിവീൽ ചെയ്തതിന് ശേഷം കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നപ്പം അതിൽ ഞാൻ വായിച്ച ഒരു കമന്റ് ആണ്, ശരിക്കും ഇങ്ങനെ ഒരു നിമിഷം ചേട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല, സ്വപ്നത്തിൽ ഉണ്ടായിരുന്നോ ഇപ്പൊ ഇതേപോലെ ഒരു ഫിലിം ചെയ്യണം
ആഗ്രഹിച്ച ഒരു മേഖലയാണല്ലോ. നമ്മൾ സിനിമ ചെയ്യണമെന്ന് എല്ലാവരുടെയും ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹം തന്നെയാണല്ലോ. നമ്മൾ സിനിമയിൽ ഇപ്പം എത്ര അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണെന്ന് പറഞ്ഞാലും സിനിമ അവർക്ക് എല്ലാവർക്കും ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു ഒരു മേഖലയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നൊരു കാര്യം. പക്ഷെ ഒരിക്കലും ഞാനത് റിയലായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇങ്ങനെ റിയലായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഓക്കെ, എന്തായാലും നമ്മളിപ്പോ റീൽസിനെ കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് ഒരു റീൽ കാണാം. അത് ഒരുപാട് കമന്റ് ഉണ്ട് കേട്ടോ. അതിന്റെ 2-3 മില്യൺ അങ്ങോട്ട് വ്യൂസും കയറിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ ഒരിക്കലും പറയല്ലേ ഇത് മമ്മൂക്കയെല്ലാം. പക്ഷെ ഇത്രയും സാധനം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ മമ്മൂക്കയുടെ ഡ്യൂപ്പ് ചെയ്യുന്ന ആൾക്ക് ഇപ്പോൾ കോമഡി ഷോസിലൊക്കെ തന്നെ മമ്മൂക്ക, ലാലേട്ടൻ, പല ആക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ലൈക്ക് ഫിഗർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും സമയം ഞാൻ കണ്ടിട്ടില്ല. ഞെട്ടിപ്പോയി, പകച്ചു പോയിണ്ട് ബാല്യെന്നൊക്കെ. ഉള്ളിൽ പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാൽ മതി. അയ്യോ, എനിക്ക് വന്ന് ഹെയർ പക്ഷെ നല്ല സാമ്യമുണ്ട് കാണാൻ. അതാ ഈ ഇപ്പം പുറത്താരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ വീടുകളിൽ തന്നെ ഇപ്പൊ ഫാമിലിയിൽ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടില്ലേ, നിനക്ക് എവിടെയോ ഒരു മമ്മൂക്കയുടെ ലുക്ക് ഉണ്ടല്ലോ. എവിടെയോ ഒരു മമ്മൂക്കയുടെ ലുക്ക് ഉണ്ടെന്ന് പറയാറുണ്ട്, അങ്ങനെ പറയാറുണ്ട്. അതല്ലാണ്ട് മമ്മൂക്കയാണെന്ന് ആരും ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എന്നല്ല, നമുക്ക് അങ്ങനെ മമ്മൂക്കയാണെന്ന് റിയൽ ലൈഫിൽ അങ്ങനെ കേൾക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ആ അനുകരിക്കുന്ന ഒരു സംഭവം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അഭിനയം, ഞാൻ പറഞ്ഞല്ലോ, അഭിനയമോഹം ഭയങ്കരമാണ്. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള മുഖം കാണിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമുള്ള കാര്യമാണ്. അതിനകത്ത് ഒരു വഴിത്തിരിവാണ് മിക്കവാറും ഇത് വന്നേക്കുന്നത് തോന്നുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു പിക്കാണ് രേഖ ആ ഒരു വഴിത്തിരിവ് ഉണ്ടായിരുന്ന ഒരു പിക്ക്. ഇത് പിക്ക്, ഈ ഒരു മൊമെന്റിനെ കുറിച്ച് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? ഇത് കുറേ സംഭവങ്ങൾ നമ്മൾ കുറേ ടേക്ക് എടുത്തിട്ട് ഒരുപാട് ടേക്കല്ല, 2-3 ടേക്ക് എടുത്തിട്ടാണ് ഈ സംഭവം ഫോട്ടോ എടുത്തത്. അപ്പൊ പിടിന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. ആ ഫോട്ടോ എനിക്ക് അന്ന് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനിത് ഫോട്ടോഗ്രാഫർ പ്രമോദരോട് ഞാൻ പറഞ്ഞു മേടിച്ച ഫോട്ടോയാണ് അത്. അപ്പൊ അത് സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാനാ സിനിമയിൽ ആ വാരികയിൽ കാണിക്കുന്നത് ഈ ഫോട്ടോയാ. നല്ല ഭംഗിയായിരുന്നു അന്ന് തന്നെ എടുത്തപ്പോ, നല്ല ഭംഗിയായിരുന്നു. പക്ഷേ സിനിമയിലും ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന ഒരു മെയിൻ സീനില്, അതായത് വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു ഫോട്ടോ ആണല്ലോ. ഡ്രസ് വ്യത്യാസം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും ഈ ഒരു ഫോട്ടോയിലും. ഈ അടുത്തിരിക്കുന്ന കന്യാസ്ത്രീ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന ഒരു ഫോട്ടോയാണ്. കള്ളം. ഓക്കെ, ഇപ്പോ കുറെ സിനിമകൾ ചെയ്തു. ഇപ്പൊ നമ്മള് നോർമലി ഫിലിമിലേക്ക് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ നമ്മളായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. നമുക്കൊരു ക്യാരക്ടർ തരും, നമ്മുടെ ഫേസ് കാണും, നമ്മളുടെ ബോഡി നമ്മളെ കാണാൻ പറ്റും. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ ബോഡി ഡ്യൂപ്പാണ് ചെയ്തത്. അപ്പം എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്പം മമ്മൂക്കയുടെ ബോഡി ഡ്യൂപ്പ് ആണെങ്കിലും എക്സൈറ്റഡ് ആണ്. അത്രയും നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും എവിടെയെങ്കിലും എൻ്റെ ഫേസ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് തോന്നിയിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഭിനയിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വന്തമായിട്ട് ഒരു ഫേസ് എവിടെയെങ്കിലും കാണുക എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പം ഈ ടൗണിക്കടയൊക്കെ പോകുമ്പോൾ തന്നെ പോസ്റ്റർ കാണും. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ബാക്കി ഭാഗം, നമ്മളിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ഭാഗം മാത്രമേ കാണൂ. അപ്പം ഞാൻ ഇത് ഞാനാ, ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കില്ല. എന്നെ ഉമ്മറം കാണിക്കുന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. അങ്ങനെ ഓർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ സിനിമകൾ ചെയ്യാനുള്ള ഒരു വഴിത്തിരിവിലേക്കും കൂടി വന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ ഭയങ്കര ഫാനാന്ന് പറഞ്ഞല്ലോ. മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഒരുപാട് വട്ടം കുട്ടേട്ടനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുട്ടേട്ടനൊക്കെ ഞാൻ എപ്പോൾ ടി വിയിൽ വന്നാലും അന്നേരം ഇരുന്ന് കാണും. അതുപോലെ വടക്കൻ വീരഗാഥ 4G ഇറങ്ങിയപ്പോൾ പോയി കണ്ടു. അങ്ങനെ മമ്മൂക്കാന്റെ എല്ലാ ഫിലിമും, സാറിന്റെ എല്ലാ ഫിലിമും ഞാൻ കാണുന്നതാണ്. ഇപ്പോ രേഖാചിത്രം നമ്മളിപ്പോ മമ്മൂക്ക ഒക്കെ മാറ്റിവെച്ചാലും ആസിഫ് അലി എന്ന് പറയുന്ന നടന്റെ കരിയർ ഗ്രാഫിൽ തന്നെ ഏറ്റവും വലിയൊരു സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ കാലമാണ് ഇപ്പോ. ഇത് അങ്ങേരുടെ കാലമല്ലേ എന്നൊക്കെ പറയുന്ന പോലെ ആളുടെ ഒരു വിജയം നമ്മളൊക്കെ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും വലിയൊരു
ആളുടെ ഒരു സിനിമയുടെ ഒരു ഭാഗം കൂടിയായിരുന്നു. പിന്നെ തീർച്ചയായും. അപ്പം നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. എന്നാലും സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ പോകുന്നതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. നേരിട്ട് കണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. ആളെന്തെങ്കിലും വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തോ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നേരിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടാവട്ടെ. ഓക്കെ, ഇനിയിപ്പോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് കാര്യങ്ങൾ? ഇനിയിപ്പോ സിനിമ ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഫ്യൂച്ചറിലായിട്ടുള്ള പ്ലാൻ. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പോണം. ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ആ ഒരു ടിക്ടോക്ക് ആണെങ്കിലും റീൽസ് ആണെങ്കിലൊക്കെ നമ്മളൊരു കൗതുകത്തിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്യും, വീഡിയോസ് ഇടും, ലൈക്ക് കിട്ടും, ഓക്കെ, അങ്ങനെ പോകും. അതിൽ കുറച്ച് ആൾക്കാർക്ക് അതൊരു സിനിമ എന്ന് പറയുന്ന ഒരു ഇത് സ്വപ്നം കണ്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ആ കൂട്ടത്തിലായിരുന്നു ചേട്ടൻ. അപ്പോൾ ആ ഒരു മൊമെന്റും ഇപ്പൊ ഈ ഒരു മൊമെന്റും തമ്മിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ആ ഒരു ജേർണിനെ എങ്ങനെ കാണുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേർണി? കല്ലുമുള്ളും നിറഞ്ഞ പാതയായിരുന്നു അല്ലെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വലിയൊരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലില്ലായിരുന്നു. കാരണം വലിയൊരു പ്രതീക്ഷ വെച്ചിട്ട് അത് തകർക്കുന്നേക്കാളും നല്ലത് അത്ര വലിയൊരു പ്രതീക്ഷയല്ല, പക്ഷെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയല്ല, നമ്മളെ അറിയുന്ന ആളുകളും പറയാറുണ്ട് ഇങ്ങനെ, നിനക്ക് നീയായിട്ട് തന്നെ ചെയ്താൽ പോരെ, പിന്നെ എന്തിനാ നീ ഇതായിട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ചെയ്യുമ്പം കുറച്ച് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്ന ഈ ഒരു സംഭവമാണ്. മമ്മൂട്ടി സാറിന് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത്. പിന്നെ തന്നെയല്ല, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുമ്പോൾ നമ്മളായിട്ട് ചെയ്യുമ്പോൾ വലിയ റീച്ച് ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ സാറായിട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര റീച്ചായിട്ട് മാറുക. ഇപ്പൊ 40 സംതിങ് എങ്ങാണ്ട് ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പൊ അതിന് പിടിയെന്ന് വന്നത് നമ്മൾ സാറായിട്ട് ചെയ്യുമ്പോൾ പിടിയെന്ന് വന്നേക്കുന്ന ഒരു ഇതിലാണ് വന്നേക്കുന്നത്. അത് തന്നെ നമുക്ക് വലിയൊരു കാര്യം തന്നെ. അതിന്റെ ഏറ്റവും വലിയ ലെവലാണ് ഞാനിപ്പോ രേഖാചിത്രത്തിൽ. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളിപ്പം ഫസ്റ്റ് ഡേ തന്നെ കണ്ടൊരു സിനിമയാണ് രേഖാചിത്രം. നമ്മളിപ്പോ ചില സിനിമകള് ഫസ്റ്റ് ഡേ കാണുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി പോയി കാണും. അപ്പൊ ആ ഒരു പ്രതീക്ഷ അതേപോലെ തന്നെ ഇന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമകളിൽ ഒന്നാണ് രേഖാചിത്രം. വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി. അപ്പം അതിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു, ഇത്രയും വലിയൊരു ബിഗ് പാർട്ട് ആവാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂവിൽ വന്നതിന് ഒരുപാട് സന്തോഷം. എനിക്കറിയാം നോമ്പാന്ന് പറഞ്ഞപ്പോൾ ആൾ ഓടി കറക്റ്റ് സമയത്ത് വന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ തേടി വരട്ടെ. അപ്പോൾ ഇനി താങ്കളുടെ കാലമാവട്ടെ. താങ്ക് യു സോ മച്ച്.